ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വിസ്മയ വിജയത്തിനൊടുവിൽ അധികാരത്തിലേറിയ വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് കേരളം ഇന്ന് കേട്ടു. പുതുയുഗ കേരളമാണ് ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം പറഞ്ഞായിരുന്നു തുടക്കം. എങ്കിലും ജനത്തിന് നടുവൊടിക്കാൻ ₹1 പോലും നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. കേരളത്തെ തുറമുഖ നഗരമാക്കാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെ മിഷൻ സമുദ്ര, നിക്ഷേപകരെ ആകർഷിക്കാൻ ഇൻവെസ്റ്റ് കേരളം, വ്യവസായത്തിനായി ഭൂനിയമങ്ങളിൽ പരിഷ്കരണം, വയോജനങ്ങൾക്കും ആരോഗ്യരംഗത്തിനും പ്രത്യേക കരുതൽ തുടങ്ങി എണ്ണം പറയാവുന്ന പദ്ധതികളുണ്ട്. എന്നാൽ മുൻ സർക്കാരിന്റെ വജ്രായുധമായ കിഫ്ബിയെ സംശയത്തോടെയാണ് ഈ സർക്കാർ സമീപിച്ചിരിക്കുന്നത്. കിഫ്ബിയിലൂടെ പുതിയ പദ്ധതികളില്ല, പൊളിച്ചുപണിയിൽ തന്നെയാണ് ലക്ഷ്യമെന്ന് വ്യക്തവുമാണ്. ബജറ്റിലൂടെ സ്വകാര്യ നിക്ഷേപത്തിന് പരവതാനി വിരിക്കുന്ന സമീപനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മിഷൻ സമുദ്രയെ അടക്കം സംശയത്തോടെയാണ് പ്രതിപക്ഷം കാണുന്നത്. ദിശാബോധമില്ലാത്ത ബജറ്റ് എന്നൊക്കെയാണ് വിമർശനം. എങ്കിലും കടലിനും കരയ്ക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന പദ്ധതികൾ ബജറ്റിൽ ഇടം നേടിയിരിക്കുന്നു. കടലോളം കരുതലോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ സിപിഎമ്മിൽ നിന്നും മുതിർന്ന നേതാവ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്, കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കി MLA, സാമ്പത്തിക വിദഗ്ധൻ S. ആദികേശവൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഡോക്ടർ തോമസ് ഐസക്കിലേക്കാണ്. ഡോക്ടർ ഐസക്, ഇന്നിപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി, ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തെ ബജറ്റിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ടാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആമുഖം. സാമ്പത്തികമായി നേരത്തെ പറഞ്ഞ കണക്കുകൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നേരത്തെയുള്ള അനുമാനങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ബജറ്റിനെ പൂർണ്ണമായും എതിർക്കുകയാണല്ലോ. അപ്പോൾ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഇപ്പോൾ സർവ്വ മേഖലകളെയും സ്പർശിച്ചിരിക്കുന്നു, ജനങ്ങൾക്ക് നികുതി ഭാരമില്ല എന്നതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ. ഡോക്ടർ ഐസക്, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. ഡോക്ടർ തോമസ് ഐസക് കേൾക്കാമോ? ചോദ്യം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? പ്രശ്നമുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഞാൻ അബിൻ വർക്കിയിലേക്ക് പോകുന്നു. അബിൻ, ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കണ്ടല്ലോ. കടുത്ത വാക്കുകളുണ്ട്. ഇപ്പോൾ സ്വകാര്യവൽക്കരണം അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നു. ഇപ്പോൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ഈ സ്വകാര്യവൽക്കരണത്തിൽ സുതാര്യത വേണം. നിങ്ങൾ ഇപ്പോൾ അഴിമതി നടത്താൻ പോകുന്നു, അതാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. നിങ്ങൾ അഴിമതി നടത്താൻ, അഴിമതിക്ക് വഴിയൊരുങ്ങുന്ന ബജറ്റ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വാദം. ഈ ബജറ്റിനെ എങ്ങനെയാണ് UDF വിശേഷിപ്പിക്കുന്നത്? ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് അതിൻ്റെ ഒരു ആദ്യപടി എടുക്കുന്നതിന് മുമ്പ് അഴിമതി നടത്താൻ പോകുന്നു എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ പറയാനുള്ളത്. രണ്ട്, നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴുള്ള ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് വൈറ്റ് പേപ്പർ ഇറക്കുക എന്നുള്ളതായിരുന്നു. ഈ സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയുടെ യാഥാർത്ഥ്യത്തിലുള്ള കണക്ക് കേരള സമൂഹത്തെ അറിയിക്കുകയാണ് ഉണ്ടായത്. ആ കണക്കിൽ പറയുന്നത് എന്താ? 5.07 ലക്ഷം കോടി രൂപയുടെ കടമാണ് നമുക്കുള്ളത്. അതിൽ തന്നെ 77% അത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനും 20.9% ഇൻട്രസ്റ്റിനുമാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ GSDPയുടെ 6.41% മാത്രമാണ് നമ്മുടെ തനത് വരുമാനം. അത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. രണ്ട്, ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ പോയി ഈ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ കഴിഞ്ഞ സർക്കാർ വരുത്തി വെച്ച 87,000 കോടി രൂപയുടെ കടമാണ് കൊടുക്കാനുള്ളത് എന്നുള്ളിടത്താണ് ഈ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യം, കഴിഞ്ഞ സർക്കാർ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന പേരിൽ 20,500 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന ഊഹാപോഹത്തിലാണ് കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഊഹാപോഹ കണക്കിലൂടെയാണ് 35,750 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ തുക ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഏതാണ്ട് 35,000 കോടി രൂപയുടെ കിഫ്ബിയുടെ പ്രൊജക്റ്റ്, അത് ASും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉൾപ്പെടെ പലതും കിട്ടിക്കിടക്കുന്ന ആ പ്രൊജക്റ്റിൻ്റെ പണം കണ്ടെത്തേണ്ട ചുമതലയും ഈ സർക്കാരിൻ്റെ ചുമതലയിലാണ്. എന്ന് പറഞ്ഞാൽ
ഇതാണ് കേരളത്തിൻ്റെ ഈ സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നേരത്തെ സ്റ്റാറ്റസ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നത് എന്താണ്? നമുക്ക് രണ്ട് രീതിയിലാണ് പുതിയ റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെ കയ്യിൽ നിന്ന് പണം സർക്കാരിന് മേടിക്കാൻ രണ്ട് രീതിയുണ്ട്. ഒന്ന്, സ്മൃതി പരുത്തിക്കാടിൻ്റെ കയ്യിൽ നിന്ന് പെട്രോളിൻ്റെയും അല്ലെങ്കിൽ മറ്റ് കെട്ടിട നികുതിയുടെയും ഒക്കെ ടാക്സ് കൂട്ടിക്കൊണ്ട് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പണം സർക്കാരിന് മേടിക്കാൻ സാധിക്കും. രണ്ട്, നിങ്ങളുടെ തൊഴിലിന് കൂടുതൽ ഉത്തേജനം നൽകിക്കൊണ്ട് കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ആ ശമ്പളത്തിൻ്റെ ഒരു ടാക്സ് സർക്കാരിന് മേടിക്കാൻ സാധിക്കും. ഈ സർക്കാർ തുടങ്ങി വെച്ചിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞ രീതിയാണ്. ഒന്ന്, ഇത്രയധികം ഒരു ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ പുതിയൊരു ദിശാരേഖയിലേക്ക് പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് ക്ഷേമ പ്രവർത്തനങ്ങളിൽ യാതൊരു കുറവും വരുത്തരുത് എന്നുള്ളത് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച ഏറ്റവും സുപ്രധാനമായ ക്ഷേമ പ്രവർത്തനമായ സ്ത്രീകളുടെ സൗജന്യ ഗ്യാരണ്ടി ബസ് അത് ഞങ്ങൾ ആദ്യം തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ നികുതി 1 രൂപ പോലും കൂട്ടിയില്ല എന്നത് മാത്രമല്ല, ഈ സംസ്ഥാനത്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും പുതിയ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കുവാനും കൂടുതൽ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഈ സംസ്ഥാനം ഒരു മാരിടൈം ഹബ്ബായി മാറണം എന്നുള്ളത് തന്നെയാണ് ഈ മിഷൻ സമുദ്ര എന്ന പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം 590 കിലോമീറ്ററിൻ്റെ തീരദേശമാണ് കേരളത്തിനുള്ളത്. വിഴിഞ്ഞം പോലെ ഏറ്റവും സുപ്രധാനമായ അന്താരാഷ്ട്ര ടെർമിനലുണ്ട്. അതുകൂടാതെ തന്നെ വല്ലാർപാടവും ബേപ്പൂരും അടക്കമുള്ള ചെറിയ തുറമുഖങ്ങളുണ്ട്. അതുകൂടാതെ 4 അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ട് ഏറ്റവും അടുത്തായിട്ട് നമുക്ക് മറ്റ് 2 കോയമ്പത്തൂരും മംഗലാപുരം വിമാനത്താവളവും ഉണ്ട്. ഉൾനാടൻ ജലഗതാഗതവും ശക്തിപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യവും കേരളത്തിലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം, അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ ടൂറിസം, ഇതുപോലെയുള്ള മേഖലകളെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മിഷൻ സമുദ്ര എന്ന പ്രൊജക്റ്റിലൂടെ കേരളത്തിൽ തന്നെ ഒരു പുതിയ മേഖല എക്സ്പ്ലോർ ചെയ്യുക, അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, അതിലൂടെ കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും മുഖ്യമായ ഉദ്ദേശലക്ഷ്യം. നേരത്തെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയായിട്ട് തന്നെയാണ് അതിനെ കേൾക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിലായത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു ദീർഘകാല ലോങ് ടേം പദ്ധതിയാണ്. 5 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് പറയുകയാണ്. ഇപ്പോൾ വരുമാനമില്ല എന്നൊരു കാര്യം കൂടി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണല്ലോ. ഇപ്പോൾ നികുതി നിങ്ങൾക്ക് പിരിക്കാവുന്ന നികുതിയിൽ പലതും പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, പല നികുതി ഇളവുകൾ നൽകിയിരിക്കുന്നു, പലതും വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിതിനുള്ള വരുമാനം? പെട്ടെന്നൊരു വരുമാനം ഉണ്ടാക്കണമല്ലോ. അടിസ്ഥാനപരമായി വളരെ വേഗം തന്നെ സാമ്പത്തികമായി ഒരു 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 ശക്തിപ്പെടൽ വേണം. അതിനെന്താണ് വഴി? അത് വ്യക്തമല്ല ഈ ബജറ്റിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ടാക്സ് പിരിച്ചെടുക്കുന്ന കാര്യത്തിലായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ആയിക്കൊള്ളട്ടെ, അത് ഈ സർക്കാർ കൂടുതൽ ശക്തമായി അതിനകത്ത് ശ്രദ്ധ ചെലുത്തുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി 2, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആഡ് ഓൺ ബഡ്ജറ്റാണ്, ഇതൊരു ഫുൾ ബഡ്ജറ്റ് അല്ല. ഇത് ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതാണ്. അത് ഈ സർക്കാർ വന്നപ്പോൾ ഒരു ആഡ് ഓൺ ബഡ്ജറ്റാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 35,000 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഈ സർക്കാരിന് വന്നിട്ട് അധികമായി വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ 20,500 കോടി രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ LDF സർക്കാർ കൂട്ടിയതാണ്. അതിൻ്റെ ഷോർട്ട് ഫാൾ ഈ ബഡ്ജറ്റിലുണ്ട് എന്ന് കരുതി ആ 20,500 കോടി കിട്ടില്ല, അതുകൊണ്ട് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം എന്ന് ഈ സർക്കാരിന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും ആഡ് ഓൺ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും തമ്മിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതൊരു ദിശാസൂചികയാണെന്ന്. ഇത് അടുത്ത വരാൻ പോകുന്ന UDF സർക്കാരിന്റെ ഒരു ദിശാസൂചികയാണ് ഈ ബഡ്ജറ്റ് നൽകുന്നത്. ഞങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമെന്നുള്ളതാണ് മാരിടൈം പോളിസിയിലൂടെ പറയുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0, ഞങ്ങൾ കഴിഞ്ഞ ഭൂപരിഷ്കരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഭൂപരിഷ്കരണമായിരുന്നെങ്കിൽ ഈ ഭൂപരിഷ്കരണം വരാൻ പോകുന്നത് വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂപരിഷ്കരണമാണ്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ഭൂപരിഷ്കരണമാണ്. അതിനനുസൃതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നാടായി ഈ നാട് മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റ് സ്പെഷ്യൽ എക്കണോമിക് കോറിഡോറും സ്പേസ് എക്കണോമി അടക്കമുള്ള കാര്യങ്ങളും ഇങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ആകെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖലയിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ്. അതിന്റെ ദിശാസൂചികയാണ് ഈ ബഡ്ജറ്റ്. അതും വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടാനും പോവുകയാണ്. ശരി, ദിശാസൂചിക എന്ന ഭരണപക്ഷം പറയുമ്പോൾ
ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ അബിൻ പറയുകയായിരുന്നു നിങ്ങളുടെ ഊഹാപോഹ ബജറ്റ്, നിങ്ങളുടെ അവസാന കാലത്തെ ഊഹാപോഹ ബജറ്റിൽ ഉണ്ടായിരിക്കുന്ന കണക്കുകൾ, അപ്പോൾ ആ കണക്കിൽ പറയുന്ന കാര്യങ്ങളില്ലല്ലോ, നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുകയിൽ വെച്ചുകൊണ്ടാണ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അത് കുറച്ചിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോൾ ചെയ്യാൻ പറ്റൂ. ഇതിപ്പോൾ ആഡ് ഓൺ ബജറ്റാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെയുള്ള സർക്കാരുകളിൽ ഒന്നും പ്രഖ്യാപിക്കാത്ത മേഖലകളിലേക്ക് കൂടി കടന്നു ചെല്ലുന്ന ഒരു പുതിയ ദിശാബോധ ബജറ്റ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അങ്ങേക്ക് പറയാം, എന്തുകൊണ്ട് എതിർക്കുന്നു? അപ്പോൾ ഇത് ആഡ് ഓൺ ബഡ്ജറ്റ് തന്നെ എന്തൊക്കെയാണ് അടിയതിരിക്കുന്നത്? ഒത്തിരി വമ്പൻ പ്രൊജക്റ്റുകളുണ്ട്. എനിക്കതിനോടൊന്നും യാതൊരു എതിർപ്പുമില്ല കേട്ടോ. നമുക്കൊക്കെ ഒരുമിച്ച് നടപ്പാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതിനെത്ര പണം? ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ അവസാനേ പുതിയ പ്രഖ്യാപനങ്ങൾക്കുള്ള അധിക ചെലവിന് വകയിരുത്തിയിരിക്കുന്നത് എന്നൊരു ലൈനുണ്ട്. 1088 കോടി രൂപ. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച വരുമാനം വരാത്തത് കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്ലാനിൽ ആനുപാതികമായ കുറവുണ്ടാവും. ഈ വലിയ വമ്പൻ പ്രൊജക്റ്റുകൾക്കെല്ലാം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന 1088 കോടി രൂപയാണ്. അപ്പോൾ ദിശ നൽകിക്കോട്ടെ, ഇതൊന്നും ഈ വർഷം നടപ്പാക്കാൻ പോകുന്നതല്ല. ഇനി ഭാവിയിൽ നടപ്പാക്കാനെങ്കിൽ ഇപ്പോഴേ വരുമാനം പിരിച്ചു തുടങ്ങണമല്ലോ. ആഡ് ഓൺ ബഡ്ജറ്റ് ആയതുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് തടസ്സം വല്ലതും ഉണ്ടോ? വളരെ എളുപ്പത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാം. 25,000 രൂപ കുടിശ്ശികയുണ്ട്, അത് പിരിച്ചാൽ മതി. കുടിശ്ശിക എഴുതി തള്ളല്ലാതെ കഴിഞ്ഞ ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ 1 രൂപ കൂടുതൽ പിരിക്കും എന്നത് കണക്കിലുണ്ടോ? സ്വർണത്തിൽ നിന്ന് മാത്രം 15,000 കോടി പിരിക്കുമെന്ന് പറഞ്ഞു. 600 കോടി ഇപ്പോൾ വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറം എന്തെങ്കിലും പിരിക്കാൻ ഏർപ്പാടുണ്ടോ? IGST 25,000 കോടിയാണ് ചോർച്ചയുണ്ടായത്. അത് വലിയ പിടിപ്പുകേടാണ്. അത് നമ്മൾ ഓട്ടയടച്ച് പിടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു വാചകമുണ്ട്. ഒരു വാചകം. GSTയെ കുറിച്ച് ആകെ പറയണത് എന്താണെന്നറിയോ? കേന്ദ്ര സർക്കാർ ചട്ടങ്ങളിൽ ചില ഭേദഗതി ചെയ്തിട്ടുണ്ട്, തദനുസൃതമായ മാറ്റം ഞങ്ങളിവിടെ വരുത്തും. എന്നുവെച്ചാൽ ഈ വരുമാനം, തനത് വരുമാനം വർദ്ധിപ്പിച്ചാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അതിനെക്കുറിച്ചൊരു വാചകമില്ല. ഇനി ഇത് കഴിഞ്ഞാലോ പിന്നെ വരുമാനം ഇവിടെ നിന്നാ? നമ്മുടെ തനത് വരുമാനം കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ഈ കേന്ദ്ര സർക്കാർ തരണമെന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമല്ല, പരാമർശം വരുന്നത് തൊഴിലുറപ്പിൽ ഈ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം മൂലം നമ്മൾ കൂടുതൽ പണം വെക്കണം. എത്ര പണം വെക്കേണ്ടത്? 2220 കോടി രൂപ. എത്രയും വെച്ചിരിക്കുന്നത്? 1400 കോടി രൂപ. ഇതല്ലാതെ ഈ കേന്ദ്രത്തോട് ചോദിക്കുകയെങ്കിലും ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പറയുന്നതെല്ലാം കീഴ്വഴങ്ങുകയാണ്, അടിയറവ് പറയുകയാണ്. മൂന്നാമത്തത് വായ്പയാണ്. വായ്പ ഇപ്പം തന്നെ കൂടുതൽ എടുത്തു കഴിഞ്ഞിരിക്കണമെന്നാണ് പറയണേ. കടപ്പേടിയില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. ഇന്ത്യ സർക്കാർ നിയമം മൂലം ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള വായ്പ, ആ വായ്പ എടുക്കുന്നതിനെതിരായിട്ടാണ് കടക്കിണിയും കടപ്പേടിയും ഉണ്ടാക്കി ഇറങ്ങിയിട്ടുള്ളത്. നൗ ഇത് 3 എണ്ണം നമ്മുടെ തനത് വരുമാനം, പിന്നെ കേന്ദ്ര സഹായം, പിന്നെ വായ്പ, ഇതല്ലേ ബഡ്ജറ്റിൻ്റെ വരുമാനം. ഇത് 3നെയും കുറിച്ചും ഒരു ചിന്തയില്ല. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞതേ സ്വപ്ന പദ്ധതികൾ നിരത്തി വെക്കുന്ന ഏർപ്പാടല്ലെന്ന്. അത് ഇതിന് ഇങ്ങനെ പണം സമാഹരിക്കുക, വേണ്ടത്ര പണസമാഹരണം നടന്നില്ലെങ്കിൽ അതിന്റെ മുൻഗണനകൾ എങ്ങനെ നിശ്ചയിക്കുക. ഡോക്ടർ ഐസക്, പല ഘട്ടങ്ങളിൽ പല പദ്ധതികളിലും പ്രധാനപ്പെട്ട പദ്ധതികളിലും സ്വകാര്യ പങ്കാളിത്തത്തോടെ എന്നല്ലേ ധനമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്.
ഇനി അങ്ങ് പറയുന്നത് പോലെ ആദ്യ ബജറ്റിൽ തന്നെ കേന്ദ്രത്തിനെ വിമർശിച്ചു തുടങ്ങണം എന്നുള്ളതാണോ? അത് സത്യപ്രതിജ്ഞ മുതൽ തന്നെ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യമാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം നന്നാക്കി കൊണ്ടുപോവുക. ഒരു മിനിറ്റ് ഡോക്ടർ ഐസക്, നന്നായി കൊണ്ടുപോവുക എന്നത് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരു കാര്യമാണല്ലോ. ഭരിക്കുന്നത് നിർഭാഗ്യവശാൽ, നമ്മുടെയൊക്കെ നിർഭാഗ്യവശാൽ BJP ആയിപ്പോയി. പക്ഷേ ആ കേന്ദ്ര സർക്കാരും ആദ്യം തന്നെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുക എത്രത്തോളം പ്രായോഗികമാണ്? നമുക്ക് മുന്നോട്ട് പോകണം, അതിൽ കിട്ടാവുന്നത് മേടിച്ചെടുക്കണം, അതിൽ ചില പ്രായോഗികമായ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. നിങ്ങളും പല ഘട്ടങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് എന്താണ് മിണ്ടാത്തതെന്ന് ഇവിടെ അന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതിന് നിങ്ങൾക്ക് കാരണങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങ് പറയുന്ന നികുതി, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പൂർത്തിയാക്കോട്ടെ. അങ്ങ് പറഞ്ഞ പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുത്തില്ല എന്ന് പറയുമ്പോൾ നികുതി ഇളവുകൾ എന്തിലൊക്കെയാണ് വരുന്നത്? ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറയ്ക്കുന്നു, ഭിന്നശേഷിക്കാർക്കുള്ള ഇളവ് വരുന്നു, പൊതുഗതാഗത മേഖലയ്ക്ക് ആശ്വാസമായി സാധാരണക്കാരുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്ന ഭാഗമായി സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കുന്നു, ട്രാഫിക് പിഴകളിൽ ഇളവ്, ചെറുകിട നികുതി കുടിശ്ശിക എഴുതിത്തള്ളി, മുദ്രവില കുടിശ്ശികയിലെ ഇളവ്. അപ്പോൾ ഇതൊക്കെ തന്നെയും സാധാരണക്കാർക്ക് അയ്യോ ഞങ്ങൾ ബുദ്ധിമുട്ടുമായി എന്ന് ഭയന്നിരുന്ന കാര്യങ്ങളിൽ അവിടേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ഇളവുകളാണ്. ഡോക്ടർ ഐസക്, എങ്ങനെ പറയുമ്പോഴും വരുമാനമുണ്ടാക്കാൻ എന്ത് വഴി എന്ന് ചോദിക്കുമ്പോൾ നികുതി എടുക്കുന്നതുണ്ട്. ആഡംബര ഇലക്ട്രിക് വാഹനങ്ങൾക്കുണ്ട്, വീര്യം കുറഞ്ഞ മദ്യത്തിനുണ്ട്, മുദ്രവില കുടിശ്ശികയ്ക്കുള്ള പലിശയുണ്ട്, ഭൂമിയുടെ ന്യായവില പുനഃപരിശോധനയുണ്ട്. ഇതിലൊക്കെ തന്നെ നികുതി കിട്ടും. അത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്നറിയാം. പക്ഷെ എന്നാലും ജനങ്ങൾക്ക് ഇത് ആശ്വാസമാകുന്നു എന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ അവസാനം പറഞ്ഞല്ലോ, വീര്യം കുറഞ്ഞ മദ്യം അതൊരു അഴിമതിയാണെന്ന്. എന്താ അഴിമതി എന്ന് വിളിക്കാൻ കാരണം? കേരളത്തിൽ കൃഷിക്കാരുടെ ഹോർട്ടി വൈനുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 86% ഹോർട്ടി വൈൻ എന്നുള്ള കാറ്റഗറിയിൽ 86% ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. നികുതി 86%. പുറത്തു നിന്ന് കോർപ്പറേറ്റ് ഡിസ്റ്റിലറികൾ ഞങ്ങളുണ്ടാക്കുന്ന ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ് തരണം എന്ന് പറഞ്ഞു വന്നു. നമ്മൾ ഹോർട്ടി വൈൻ എന്നുള്ള പേര് കൊടുത്തത് പുറത്തുനിന്നുള്ള ഇമ്പോർട്ടിന് ഇത്തരത്തിൽ ഇളവ് കൊടുക്കാതിരിക്കാനാണ്. റെക്കോർഡ് നോക്കട്ടെ. GST കമ്മീഷണർ ബർക്കാഡി കമ്പനി അവർ വന്നിട്ട് അത് നിഷേധിച്ചു. ഇപ്പം എന്താ ചെയ്തിരിക്കണേ? ഇപ്പം ചെയ്തിരിക്കുന്നത് കൃഷിക്കാരുടെ വൈനും മറ്റും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇളവ്, അത് ലോ ആൽക്കഹോളിക് ബിവറേജസ് ഏത് കോർപ്പറേറ്റ് ഉണ്ടാക്കിയാലും കേരളത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ട് വ്യാപിപ്പിച്ചു കൊടുത്തിരിക്കുക. ഇതാണ് വരുത്തിയ മാറ്റം കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അങ്ങ് ഇടവിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ ഇളവുകളൊക്കെ ഞാൻ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് വലുതല്ല. പക്ഷെ എന്താ ബാധിച്ചുകൊണ്ടിരുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് 25,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്, അതങ്ങ് പിരിച്ചാൽ മതി എന്നല്ലേ? എന്തെങ്കിലും നടപടിയുണ്ടോ എന്ന്? എടുത്തിരിക്കുന്ന ഏക നടപടി നിങ്ങൾ പറഞ്ഞതാ, കുടിശ്ശികയിൽ എഴുതിത്തള്ളിയിരിക്കുന്നു. സർക്കാരുടെ പേരിലായിരിക്കും. 2 ലക്ഷത്തിൽ താഴെ നികുതി അസസ്മെൻ്റുള്ള, അവരുടെ അസസ്മെൻ്റ് അല്ല, കുടിശ്ശികയുള്ള ആ കുടിശ്ശിക മുഴുവനും പിഴപ്പലിശയും പലിശയും മുതലും വേണ്ടെന്ന് വെക്കുകയാണ്. എന്തിന്? എന്നാൽ ബാക്കിയുള്ളത് പിരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അത് സ്വീകരിച്ചാലല്ലേ ധനപ്രതിസന്ധി മറികടക്കാൻ പറ്റൂ. അതിവിടെ സ്വീകരിക്കുന്നില്ല. കേന്ദ്രത്തോട് യുദ്ധമൊന്നും ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട, ദിശാസൂചന എന്തോ ആണല്ലോ ഈ ബഡ്ജറ്റ്. അപ്പോൾ ദിശ എന്താ? ഇന്ത്യയിലെ അടിസ്ഥാന സാമ്പത്തിക യാഥാർത്ഥ്യം സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 27% നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വായ്പയും കൂടി കൂട്ടിയിട്ടെങ്കിൽ പിന്നെ 27 പിന്നെയും കുറയും. ഈ തുക നമുക്ക് വിവേചനം മൂലം തരുന്നില്ലെന്നുള്ളതാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാന യാഥാർത്ഥ്യം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? അവിടെ ഡൽഹിയിലുമൊക്കെ നമ്മൾ ഇവരെ എതിർക്കുന്നവരല്ലേ എന്ന്. അപ്പോൾ കേരളത്തെ മുഴുവൻ ഇങ്ങനെ കേരളത്തിന് അവകാശപ്പെട്ടത് തരുന്നതിന് വേണ്ടി വേണം
എന്ന് കേരളം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രഖ്യാപിക്കണ്ട. എവിടെയെങ്കിലും ഒരു പരാമർശം ഉണ്ടോന്ന്? അപ്പോൾ ഈ വരുമാനങ്ങളൊന്നും വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കാതെ ഒരുപാട് സ്വപ്നങ്ങൾ വാരി വിതറിയുകൊണ്ട് എന്ത് ബഡ്ജറ്റാവുന്ന നിങ്ങൾ പറയുന്നത്? ശരി, ഇങ്ങനെ സ്വപ്ന പോയാൽ ബജറ്റ്, ഏത് യാഥാർത്ഥ്യവുമായി ദിശയിലേക്കാണ് ബന്ധമില്ലാത്ത നടപ്പാക്കാൻ ബജറ്റ് വേണ്ടി പോണത്? എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഇതിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുമെന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യത്തോട് ഒരു ബന്ധവുമില്ല എന്ന ആരോപണമുണ്ടോ? നടപ്പാകാൻ പോകുന്നില്ല ഒന്നും എന്നുണ്ടോ? നോക്കൂ, ഇല്ല. ഒരു സ്വകാര്യ മുതലാളി വ്യവസായം ആരംഭിക്കുന്നത് ബഡ്ജറ്റിൽ ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. സംസ്ഥാന സർക്കാരിൻ്റെ ചെലവുകൾക്ക് പണം പകീരുത്തുന്ന രേഖയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ മാത്രമല്ല, സ്വകാര്യ കമ്പനികളെ ഞങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ, എന്നിട്ട് പറയാം. ഇപ്പോൾ കേരളം നമ്മുടെ ധാതു ഖനനത്തിനും അതിൻ്റെ വികസനത്തിനും KMML-നെ കേന്ദ്രീകരിച്ചുള്ള ഒരു കോറിഡോറാണ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പോലെ ഇവിടുത്തെ ഇന്ത്യയിലെ ബഹുക്കുത്തുകൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാനും സ്വകാര്യ ധാതു ഖനനം അനുവദിക്കാനും പോയാലേ ഈ തീരദേശത്ത് താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളിയുണ്ട്, അവരുടെ ഉപജീവനമാണ്. അപ്പം തർക്കം വരും. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണത്തെ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ട് ഈ സ്വകാര്യവൽക്കരണത്തിനൊന്നും ആരും എതിരല്ല. സ്വകാര്യ മൂലധനം വരണമെന്ന് ഈ പശ്ചാത്തല സൗകര്യങ്ങൾ കിഫ്ബി വഴിയും അല്ലാതെ എല്ലാം ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തി ഇവിടത്തേക്ക് മൂലധനത്തെ ആകർഷിക്കാനാണ്. അതുകൊണ്ട് സ്വകാര്യ മൂലധനത്തിൽ നിന്ന് എതിരല്ല. പക്ഷേ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനങ്ങളെ തകർക്കുന്ന വിധത്തിലേക്ക് ഇൻഷുറൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് സിറ്റിയിലായാലും പുറത്തായാലും സ്വകാര്യ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ വരുന്നത് എതിരാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഐസക്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങയോട് ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷമാണ് ഇവിടെ വൻകിട ആശുപത്രികൾ വരികയും ഒരുപാട് ക്ലിനിക്കുകൾ, ആ കണക്ക് എൻ്റെ ഇന്ന് വിട്ടുപോയി, ഏറ്റവും അധികം ക്ലിനിക്കുകൾ ചെറിയ ആശുപത്രികൾ അടച്ചു പോവുകയും ചെയ്തു. ആ കണക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഞാൻ KK ശൈലജയോട് ഒരു ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ അവരത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം ചെറിയ ആശുപത്രികൾ, കൊച്ചാശുപത്രികൾ, സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ആശുപത്രികൾ അടച്ചുപൂട്ടുകയും ചെയ്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ് ഇവിടെ വൻകിട ആശുപത്രികൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെതിരെയാണോ ആരോപണം എന്നുള്ളത് എത്തുമ്പോൾ അതിൽ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപം കൂടുതൽ ആശ്രയിക്കുന്നു എന്നുള്ള ആക്ഷേപവും അവിടെ ഉയരുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, മൊത്തത്തിൽ ഈ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറേ പുതിയ ആശയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയ ചിന്താഗതി, ഡെവലപ്മെന്റിനെ കുറിച്ചായാലും എന്തൊക്കെയാണ് കേരളത്തിൽ സാധ്യമായിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള പുതിയ ആശയങ്ങൾ ഇതിൽ തീർച്ചയായിട്ടുമുണ്ട്. വേറൊന്ന്, നമ്മളിപ്പം ഈ പരിപാടികൾ അല്ലെങ്കിൽ പ്രോഗ്രാം സ്കീംസ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പലതും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒട്ടുമേ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പൊതുവെ വികസനം, ഇപ്പോൾ റോഡിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NH കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിൽ സർക്കാരുകളുടെ പങ്കാളിത്തമുണ്ട്. ഭൂമിയുടെ വില കേരളത്തിൽ കുറച്ച് കൂട്ടിക്കൊടുക്കുന്നു. എന്തൊക്കെയായാലും പറഞ്ഞു വരുന്നത്, ഈ വികസനം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്റ്റക്കാവേണ്ട, ആശയപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അപ്പം ആ ഒരു രീതിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും 100-ലധികം MLA-മാരുടെ സപ്പോർട്ടോടുകൂടി, അപ്പോൾ ലാർജ് മാൻഡേറ്റാണ്, ജനങ്ങളുടെ മാൻഡേറ്റോടുകൂടി വന്നിട്ടുള്ള ഒരു ഗവൺമെന്റ്, ഒരു ധനകാര്യമന്ത്രി, ആദ്യത്തെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ, ഗവർണൻസ് വിത്ത് എംപതി, അതായത് സഹാനുഭൂതിയോട് കൂടിയിട്ടുള്ള ഗവർണൻസ്. നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അതായത് ഇതൊരു ഫസ്റ്റ് മെയ്ഡൻ ബഡ്ജറ്റാണ്, അദ്ദേഹം അവതരിപ്പിച്ചു. നമ്മൾ കുറച്ചൊരു സഹാനുഭൂതി അദ്ദേഹത്തോടും നമുക്ക് കാണിക്കാം, പുതിയ ആശയങ്ങൾ വന്നതുകൊണ്ട്. പിന്നെ കണക്കിന്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് എത്രത്തോളം വസ്തുതാപരമാണ് അല്ലെങ്കിൽ ക്രെഡിബിൾ ആണ് ഈ ഫിഗേഴ്സ് എന്നുള്ള കാര്യം.
ഒന്ന്, നമ്മുടെ ഫെബ്രുവരിയിലെ നേരത്തെ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റ്, അതിന്റെ മൊത്തം തോത്, ഞാൻ ഈ ബജറ്റിന്റെ സൈസ് നോക്കുന്ന ആളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കേന്ദ്ര ബജറ്റായാലും സംസ്ഥാന ബജറ്റായാലും ബജറ്റിന്റെ തോത് കൂടിയാൽ അത് സമ്പദ്ഘടനയ്ക്ക് ഗുണകരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളും, അതിന്റെ തോത് കുറയുമ്പോൾ, അതായത് സർക്കാരിന്റെ എക്സ്പെൻഡിച്ചറല്ലേ ഈ തോത് എന്ന് പറയുന്നത്. അപ്പൊ സർക്കാർ ചെലവാക്കുന്ന പണം കുറയുകയാണെങ്കിൽ എന്തായാലും കൂടുതലിനേക്കാളും കുറയുന്നത് മോശമാണ് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ 2,40,000 കോടിയായിരുന്നു ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്. ഇപ്രാവശ്യത്തെ ആകെ തുക 2,27. അതിലാണ് മറ്റേ 20,000 കോടി ഞാൻ മനസ്സിലാക്കുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എക്സ്പെക്ട് ചെയ്ത് ആഡ് ചെയ്തു. എന്തായാലും അത് കിഴിച്ചു. അത് കിഴിച്ചിട്ട് ഈ 2,27 എന്ന് പറയുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള സംഖ്യയാണ്, മുഖവിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത് GS, അതായത് സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. സ്മൃതി, കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് 94,000 കോടി എന്നുള്ള തുക ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ബജറ്റില്, ശ്രീ സതീഷിന്റെ ബജറ്റില് 99,000 കോടിയായിരിക്കുന്നു. GST വരുമാനത്തിന്റെ കണക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ സംസ്ഥാനത്തിനും എത്ര, ഇന്ത്യയിൽ ആകെ കൂടി എത്ര കിട്ടിയെന്നുള്ളത് ഒരു സന്ദേഹത്തിനും ഡൗട്ട്സിനും കാര്യമില്ലാതെ അതിന്റെ കണക്ക് അടുത്ത മാസത്തെ ഫസ്റ്റ് ഡേക്ക് തന്നെ വരുന്നുണ്ട്. ഈ വർഷം ഏപ്രിൽ മെയ് 2 മാസമാണല്ലോ കഴിഞ്ഞത്, നമ്മളിപ്പോ ജൂണിൽ നിൽക്കുകയാണ്. അപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ അഭൂതപൂർവമായ ഒരു വളർച്ച GST വരുമാനത്തിൽ അഖിലേന്ത്യാ തലത്തിലുണ്ട്. അതായത് മൊത്തം ഏപ്രിൽ മെയ് 2026 കമ്പയർഡ് ടു ഏപ്രിൽ മെയ് 2025 23% വർധന. കേരളം മാത്രം എടുത്താൽ 33% വർധന. പ്രധാനമായിട്ടും ഏപ്രിലിൽ വന്നിട്ടുള്ള വ്യതിയാനം ഇമ്പോർട്ടിന്റെ, അതായത് സെറ്റിൽമെന്റിന് മുമ്പുള്ളതിൽ വലിയ വ്യത്യാസമില്ല. സെറ്റിൽമെന്റ് IGST സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ട് ക്രൂഡും മറ്റുള്ള കാരണങ്ങളൊക്കെ പറയും. ഇത് കാരണം പോകണ്ട, എന്തായാലും വസ്തുത ഇതാണ്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ 94,000 99,000 എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ. പൊതുവെയുള്ള ഈ ബഡ്ജറ്റിൽ കണ്ടിട്ടുള്ള കണക്കുകളെ നമുക്ക് മുഖവിലേക്ക് തന്നെ എടുക്കാം എന്ന് പറഞ്ഞതിന്റെ ആധാരം ഈ 23% വർധനയാണ്. നമ്മുടെ സാധാരണ കണക്ക് ഉപയോഗിച്ചാൽ 12 മാസം 2 മാസം 23% ആണെങ്കിൽ ആ ഒരു 23% നമ്മൾ ഒരു വർഷത്തേക്കുള്ള ആനുവലൈസ് ചെയ്താൽ ഡിവൈഡഡ് ബൈ ഒരു 4% എങ്കിലും മറ്റുള്ള മാസങ്ങളിലെ വളർച്ച ഒന്നുമേ ഇല്ലെങ്കിൽ പോലും ഇത് കാരണം, ഈ ഒറ്റ 23% കാരണം ഏകദേശം 4% വ്യതിയാനം ഈ വർഷം മുഴുവനും 27 മാർച്ച് ആകുമ്പോൾ സാധാരണ ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. അതാണ്. അപ്പൊ ക്രെഡിബിൾ ആണ് ഇതിലുള്ള കണക്കുകൾ. ആശയപരമായിട്ട് പുതിയ കുറെ ബ്ലൂ എക്കോണമി, സിൽവർ എക്കോണമി, നോളജ് വാലി, ഇതൊക്കെ LDFന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ തോമസ് ഐസക് ഉണ്ടായിരുന്നപ്പോഴും LDFന്റെ പുതിയ പദ്ധതികൾ പലതും നൂതനമായ, ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത കുറച്ചധികം പദ്ധതികൾ LDF കൊണ്ടുവന്നു, ഇപ്പോൾ UDF കൊണ്ടുവരുന്നു. അതുകൊണ്ട് അതിൽ വേറെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ എനിക്കും തോന്നിയത്, സ്മൃതി, അത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഇതിന്റെ ഡിബേറ്റിൽ നമ്മുടെ ധനമന്ത്രി വിശദീകരിക്കേണ്ടി വരും. കാരണം സെക്ഷൻ 4 ബഡ്ജറ്റ് സ്പീച്ചാണ് നമ്മളെല്ലാം ആദ്യം വായിക്കുന്നത്. സ്മൃതിയോ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. വിഭവ സമാഹരണം എന്നുള്ള തലക്കെട്ട് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 5 ഉപസംഹാരം. ആ വിഭവ സമാഹരണം എന്നുള്ള തലക്കെട്ടില് ശരിക്കും വന്നിട്ടുള്ളതെല്ലാം ആക്ച്വലി കുറച്ചധികം ഗീവ് എവേസ് ആണ്. അതായത് ഇപ്പോൾ ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്സ് ഉണ്ടല്ലോ, പെർ സീറ്റ് ഇത്ര, അല്ലെങ്കിൽ ആ വണ്ടിക്കുള്ള ആ ടാക്സ് ആക്ച്വലി കുറച്ചിരിക്കുന്നു. ഇലക്ട്രിക് വെഹിക്കിൾസിന് നല്ല കാര്യമാണ്, ഇലക്ട്രിക് വെഹിക്കിൾസിന് ടാക്സ് കുറച്ചിരിക്കുന്നു. എന്റെ ഒരു സംശയം, വിഭവ സമാഹരണത്തിന്റെ കീഴിൽ കുറെ അനൗൺസ്മെന്റ്സ് ഉണ്ട്, ഇതേപോലെ ഒറ്റത്തവണ തീർപ്പാക്കൽ. അവിടെയൊന്നും ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ കൊണ്ട് വിഭവ സമാഹരണത്തിന് എത്ര തുക കിട്ടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംശയം ഉണ്ടാവില്ല. പക്ഷെ തീർച്ചയായിട്ടും വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി
ക്ലാരിറ്റി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഈ മൊത്തത്തില് ഇന്ന് വന്നിട്ടുള്ള അനൗൺസ്മെന്റ്സ് എല്ലാം തന്നെ ശരിക്കും നടപ്പിലാക്കാൻ പറ്റിയ ആള് അതിലൊന്നും പാരിസ്ഥിതിക പ്രശ്നം എന്നൊക്കെ പറയുന്നു. അതിലൊക്കെ ഞാൻ കംഫർട്ട് എടുക്കുന്നത് എന്താണ് ശ്രീ സതീശൻ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്സ് ഒരുവിധം കേരളം വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കൂടാതെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എനിക്ക് സമാധാനം തോന്നിയത് സാമൂഹ്യ നീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും. ഒരു മുഖ്യമന്ത്രി ധനമന്ത്രി പറയുന്ന കാര്യം ബഡ്ജറ്റ് സ്പീച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് മുഖവിലേക്ക് എടുക്കുന്നു. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോ ഇത് ബഡ്ജറ്റ് ഫിഗേഴ്സ് ക്രെഡിബിൾ ആണ്. വിഭവസമാഹരണത്തില് കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. മൂന്നാമത്തത് ഇത് മൊത്തത്തിൽ നമുക്ക് നമ്മുടെ വളർച്ചാ നിരക്കിനെ ഉയർത്തുവാനായിട്ട് സാധ്യതയുണ്ട്. ഒരു സെന്റൻസ് മാത്രം സ്മൃതി പറഞ്ഞോട്ടെ. ഈ വളർച്ചാ നിരക്ക് ഉയർത്തേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ പ്ലാനിംഗ് ബോർഡിന്റെ ഏറ്റവും അവസാനം ഇറക്കിയ ഒരു ഡോക്യുമെന്റ് കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് മാർച്ച് 2026 അതിൽ പറയുന്നത് കേരളത്തിന്റെ കോൺസ്റ്റന്റ് പ്രൈസിലുള്ള GSDP വളർച്ചാ നിരക്ക് 4.1% ആയിരുന്നു 5 വർഷം. അതേ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയുടെ GDP ഗ്രോത്ത് 6.1 ആയിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ 6.1% 5 വർഷമായിട്ട് വളർന്നെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ വളർച്ച കോൺസ്റ്റന്റ് പ്രൈസിൽ 4.1 ആയത്? കൂടാതെ അതിൽ വേറൊരു പരാമർശവും ഇതേപോലെ ആശങ്കപ്പെടുത്തുന്നത് പ്രൈമറി സെക്ടറിന്റെ തോത് കാർഷിക അനുബന്ധ മേഖലയുടെ തോത് ഇൻ ദ സ്റ്റേറ്റ്സ് ഇക്കോണമി ഈ കാലഘട്ടത്തിൽ 11 നിന്നും 8 കുറഞ്ഞു. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വളർച്ചാ നിരക്ക് 4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കുറെ കൂടി വളർച്ചയിലാക്കി വികസനത്തിനെ ലാക്കാക്കി ആഭ്യന്തര ഉൽപാദനം GSDPയെ ലാക്കാക്കിയുള്ള പരിപാടികളും ഇനിഷ്യേറ്റീവ്സും ആവശ്യമായി വരും എന്നുള്ളതാണ് ഈ ആദ്യഘട്ടത്തിൽ. ഞാനിപ്പം കുറച്ച് താമസിച്ചു സ്മൃതി, സോറി. ശരി, നമ്മൾ 3 ഗസ്റ്റാക്കി ചുരുക്കിയത് അതുകൊണ്ടാണ്. ഡോക്ടർ ഐസക് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം അതിൽ നികുതി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതിൽ എന്തൊരു അഴിമതിയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് അങ്ങ് മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ആവർത്തിച്ച് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ധാതുമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുകയാണോ? അങ്ങനെയെങ്കിൽ വലിയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാരണം ആലപ്പുഴയിലൊക്കെ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു വ്യക്തത വേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുമാനം കൂട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ബഹുമാനപ്പെട്ട ആദികേശൻ സാറിവിടെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ കൂടുന്നത് എത്രയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഓരോ ഘട്ടത്തിലും അത് GST നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സൈസ് അതുപോലെ ടാക്സസ് ഓൺ വെഹിക്കിൾസ് അടക്കമുള്ളത് എങ്ങനെയാണ് കൂടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ വരുമാനം എങ്ങനെ ലഭിക്കുമെന്നുള്ളതിനെപ്പറ്റി ഈ ബഡ്ജറ്റ് തന്നെ പറയുന്നുണ്ട്. അതിന് ആനുപാതികമായി എങ്ങനെയാണ് വിഭവസമാഹരണം നടത്തുന്നത് എന്ന് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ട്രെയിലർ ഉൾപ്പെടെ വലിയ വണ്ടികളുടെ എങ്ങനെയാണ് വ്യത്യാസം ടാക്സിൽ വരാൻ പോകുന്നത്. താങ്കൾ ഈ പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട നിയമ ഭേദഗതി മുഴുവൻ വരുത്തിയത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അതിപ്പോൾ 2022-23 അബ്കാരി നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭേദഗതികൾ വരുത്തിയത്. ആ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന മാറ്റമുണ്ടായത്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ ധാതു മണൽ പൂർണ്ണമായിട്ടും സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ചത് KMML-നെയാണ്. ഈ KMML സത്യം പറഞ്ഞാൽ അവർക്കുള്ള ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി സിന്തറ്റിക് റൂട്ടൈൽ മേടിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് സിന്തറ്റിക് റൂട്ടൈൽ മേടിക്കുന്നത്? സിന്തറ്റിക് റൂട്ടൈൽ മേടിക്കുന്നത് CMRL-ന്റെ കയ്യിൽ നിന്നാണ്. എവിടെ നിന്നാണ് CMRL-ന് ഇത് കിട്ടുന്നത്? CMRL വളരെ തുടർച്ചയായിട്ട് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്, സിന്തറ്റിക് റൂട്ടൈൽ കിട്ടുന്നുമുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ KMML-നെ താങ്കൾ ഉദ്ധരിച്ചിരുന്നുവെങ്കിലും അതൊക്കെ പിന്നെ കോടതിയിൽ ഇപ്പോൾ പല കാര്യങ്ങളിൽ അതിൽ കേസുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ സാധാരണക്കാർക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളുടെ നയവും അത് തന്നെയാണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു പദ്ധതി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, PCP
പൊതു പങ്കാളിത്തത്തോടു കൂടി സഹകരണ മേഖലയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒട്ടേറെ സ്ഥലങ്ങൾ ഉണ്ട്. ആ സ്ഥലങ്ങളിൽ പൊതു പങ്കാളിത്തത്തോടു കൂടി ഞങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടല്ലോ. അതൊരു പുതിയ ബിസിനസ് മോഡൽ തന്നെയാണ്. ഞാൻ PPP കൊണ്ടുവന്നതുപോലെ തന്നെ PCP ഞങ്ങൾ ഈ ബഡ്ജറ്റിലും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ ഓരോ മേഖല ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സോണുകൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയ ഒരു നാട് നമ്മൾ സംഭാവന ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ സ്ഥലങ്ങൾ മേടിക്കാൻ ആളുകൾ വരും. ഇപ്പോൾ പോർട്ട് നമ്മൾ മാരിടൈം പോളിസി മാറ്റുന്നു. മാരിടൈം പോളിസി മാറ്റുമ്പോൾ നിങ്ങൾ ഒരു സംശയവും വേണ്ട, അടുത്ത ഒരു കൊല്ലം കൊണ്ട് തിരുവനന്തപുരം മുതൽ വിഴിഞ്ഞം വരെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലം മേടിക്കാൻ ആളുകൾ കൂടും. എന്താ സംശയം? കാരണം ഒരു സ്റ്റേറ്റിന്റെ പോളിസി മാറ്ററാണ്. ആ പോളിസിയിൽ ഒരു മാറ്റം വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആ മേഖലയിൽ വരും എന്ന് പറയുമ്പോൾ വെയർ ഹൗസുകളും ഉണ്ടാകും, ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും, ലോജിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ നിങ്ങൾ തിരുവനന്തപുരം മുതൽ വിഴിഞ്ഞം വരെ, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, അടുത്ത ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ പോകുന്ന കച്ചവടം, സ്ഥലക്കച്ചവടം മാത്രം എടുത്താൽ മതി. അതിൽ നിന്ന് തന്നെ വലിയ വരുമാനം കേരളത്തിന് കിട്ടാൻ പോവുകയാണ്. ഇങ്ങനെ പല രീതിയിലാണല്ലോ വരുമാനം കൂട്ടുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാർ ഇവിടെ കിഫ്ബിയെ പറ്റി പറഞ്ഞു. ഞങ്ങൾ കിഫ്ബിക്ക് എന്താണ് എതിര് നിന്നത്? ഒന്ന്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ തോമസ് ഐസക് സാർ അത് സമ്മതിച്ചിരുന്നില്ല. കാരണം ഇത് മുഴുവൻ ഒരു വിസ്മയമായിരുന്നു എന്നാണ് തോമസ് ഐസക് സാർ എന്ന് പറഞ്ഞത്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് എങ്കിൽ പോലും അത് കടമെടുപ്പ് പരിധിയിൽ വരില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ LDFന്റെ സ്റ്റാൻഡ്. രണ്ട്, ഇവർ വലിയ പൈസയ്ക്ക് പോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച് പലിശയ്ക്ക് പണം കടമെടുത്തു. ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റിൽ പോലും 7.5% കിട്ടുമായിരുന്ന പൈസ 9.7% CDPQവിനെ കൊണ്ട് മസാല ബോണ്ട് മേടിപ്പിച്ച് അവിടെ നിന്ന് എടുത്തത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടുത്തെ നബാർഡും ഹഡ്കോയും അടക്കമുള്ളവർ ഇത് തരാൻ തയ്യാറായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഇനിയിപ്പോൾ ശ്രീ തോമസ് ഐസക് സാർ കിഫ്ബിയെ കുറിച്ച് പറയുമ്പോൾ ഓൺഗോയിങ് പ്രൊജക്ടുകൾ കിഫ്ബി നടത്തുന്നുണ്ട്. ആ പ്രൊജക്ടുകൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? അത് ഓൺഗോയിങ് ആണ്, അതിന്റെ പൈസയും ഇവിടെയുണ്ട്. രണ്ട്, താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പലിശ മുഴുവൻ അധികമായി കൊടുത്ത് കിഫ്ബി ഉപേക്ഷിക്കുകയാണോ? ഇതിൽ ഈ ബജറ്റിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്ന നടപടി കൈക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ കൊണ്ടുപോകില്ല, കിഫ്ബി വേറെ രൂപത്തിലേക്ക് മാറുകയാണ്. അത് എന്ത് രൂപമായിരിക്കും എന്നതിന്റെ സൂചനകൾ കൂടി വരികയാണ്. തീർച്ചയായിട്ടും 100% ഞങ്ങൾ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിച്ച് ഞങ്ങൾ ഉന്നയിച്ച അന്നത്തെ ആക്ഷേപവും കൂടി പരിഹരിച്ചുകൊണ്ട് കിഫ്ബിയെ റീസ്ട്രക്ചർ ചെയ്യും എന്നത് തന്നെയാണ് ബഡ്ജറ്റിൽ പറഞ്ഞത്. ഇപ്പോൾ തോമസ് ഐസക് സാർ പറഞ്ഞ ബേസ് ലൈൻ കടമെടുപ്പ് പരിധിയിൽ വരില്ല, കിഫ്ബി എന്നുള്ളത് പൊളിവായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞില്ലേ? കടമെടുപ്പ് പരിധിയിൽ വന്നുവല്ലോ, അതിന്മേൽ നമ്മൾ എത്രമാത്രം അനുഭവിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ അവരൊരു ബേസ് ലൈൻ എന്താണ് കിഫ്ബി ഉണ്ടാക്കാൻ വേണ്ടി ബേസ് ലൈൻ ഒരു തിങ്കിങ് എന്നായിരുന്നു. ഇത് കടമെടുപ്പ് പരിധിയിൽ വരാതെ അത് സർവൈവ് ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഫണ്ട് സ്വരൂപിച്ച് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് പൊളിഞ്ഞു എന്നുള്ളത് പിന്നീടുള്ള സംഭവവികാസങ്ങൾ വ്യക്തമായതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു സർക്കാരിന്റെ നയമാണ്, ഞാനതിന് തെറ്റൊന്നും പറയുന്നില്ല. ശ്രീ തോമസ് ഐസക് സാറിന്റെ നയം അതായിരുന്നു. അന്ന് ആ നയത്തെ ഞങ്ങളുടെ നയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നയമാണ്. കിഫ്ബിക്കെതിരെ ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് അത് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഗുണം എന്താ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അത് ഗുണമായി മാറും എന്നുള്ളത് തന്നെയാണ്. അത് ഗുണമായി മാറുമോ എന്നുള്ളത് അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റിലാണ്, അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലാണ് അറിയാൻ പറ്റുള്ളൂ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഇതിന്റെ റിസൾട്ട് എപ്പോഴാണ്? അത് അടുത്ത കൊല്ലത്തെയോ 2 കൊല്ലത്തെയോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലാണ് വരാൻ പോകുന്നത്. അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ഞങ്ങൾ പൂർണ്ണമായ ദിശാസൂചികയോടുകൂടെ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഒരു പുതുയുഗത്തിനായിട്ടുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട്, പുതിയ തൊഴിൽ മേഖല തുടങ്ങിക്കൊണ്ട്, ഈ നമ്മുടെ ആളുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ വരുമാനം വരും, ആ വരുമാനത്തിൽ നിന്ന് നികുതി ഉണ്ടാക്കി സംസ്ഥാനത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ള നയത്തിലേക്ക് ഞങ്ങൾ മാറുന്നു. അതിൽ സ്വകാര്യ സംരംഭങ്ങളും സ്വകാര്യ നിക്ഷേപങ്ങളും വരണം എന്നുള്ളതാണ് ഞങ്ങൾ. ശരി ഡോക്ടർ ഐസക്, അത് സുതാര്യമായിരിക്കും എന്ന് കൂടി പറയുന്നു. ഈ സ്വകാര്യ നിക്ഷേപം അത് ആകർഷിക്കുമെന്നുള്ളത് തുറന്നു പറയുകയാണ്, അത് തന്നെയാണ് ഉദ്ദേശമെന്നും പറയുന്നു. ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഭരണപക്ഷം ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങേക്ക് വ്യക്തമായല്ലോ. നിലവിൽ ഓൺഗോയിങ് ആയ പദ്ധതികളിൽ ഇപ്പോൾ കിഫ്ബി എങ്ങനെയാണോ അങ്ങനെ തുടരും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും എന്നതാണ് ഇപ്പോൾ ഭരണപക്ഷം പറയുന്നത്. കിഫ്ബി പൂർണ്ണമായി ഇല്ലാതാകുന്നതെന്നല്ല, അതിന് രൂപം മാറും. ആദ്യം വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതിയെക്കുറിച്ച് വീണ്ടും പറയാതെ വയ്യ. ഇടതുപക്ഷ സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി വെച്ചതെന്നുള്ളതാണ്.
എന്ത് മാറ്റവും വരുത്തി. ഒന്ന് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്നൊരു കാറ്റഗറി ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോർട്ടി വൈൻ എന്നൊരു കാറ്റഗറി, കൃഷിക്കാരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അതിന് 86% നികുതി അവർക്കുണ്ടാക്കി വിൽക്കാം. എന്താ ഇപ്പൊ ചെയ്തിരിക്കണേ? അന്ന് LDF ഭരിക്കുമ്പോൾ ഡിസ്റ്റിലറീസ് വന്നു, ഞങ്ങളുടെ ഉൽപ്പന്നവും കൂടി വിൽക്കണം, ഹോട്ടി ആയിട്ടല്ല, ലോ ആൽക്കഹോൾ ബിവറേജ് ആയിട്ട്. അപ്പോൾ പറഞ്ഞത് അതിന് നികുതി നിശ്ചയിച്ചിട്ടില്ല, ഞങ്ങൾ ഹോട്ടി വൈന് മാത്രമേ നികുതി നിശ്ചയിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇമ്പോർട്ട് ലൈസൻസ് തരില്ല. അങ്ങനെ വീര്യം കുറഞ്ഞ ആൽക്കഹോള് ഇവിടെ കേരളത്തിൽ അവർക്ക് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ കൃഷിക്കാർ വളരെ ചെറിയ തോതിൽ ഉണ്ടായിട്ടുള്ളൂ, അവർക്ക് ഉണ്ടാക്കി വിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന നയം. ഇപ്പം എന്താ ചെയ്തിരിക്കണേ? എന്ത് കാരണം പറഞ്ഞാണോ അവർക്ക് ഇമ്പോർട്ട് ലൈസൻസ് നിഷേധിച്ചത്, ആ തടസ്സം അങ്ങ് നീക്കി ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ ആൽക്കഹോളിന് 120-170% നികുതി ചുമത്തി പുറത്തുള്ള കമ്പനികൾക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇത് വലിയൊരു തട്ടിപ്പാണെന്ന്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ് വയ്ക്കല്ലേ വേണ്ടത്. കൃഷിക്കാരന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആനുകൂല്യം ഇന്ന് ഇന്ത്യയിലേക്ക് ഡിസ്റ്റിലറീസ് തുറന്നു കൊടുത്തിരിക്കുന്നു. ഇതായാലും നിയമസഭയിൽ നിങ്ങൾ ചർച്ച ചെയ്യും. ഇതാ എൻ്റെ ആക്ഷേപം. അതിന് അബിൻ പറഞ്ഞ മറുപടി തൃപ്തികരമല്ല. വളരെ വേഗം കിഫ്ബിയെക്കുറിച്ചുള്ളത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് മാറ്റാവുന്ന ഒരു സർക്കാർ വന്നിരിക്കുന്നു, അവരുടെ നയത്തിനനുസൃതമില്ലെങ്കിൽ മാറ്റം വരുത്തിക്കോളൂ. പക്ഷെ നിലവിലുള്ള പ്രൊജക്റ്റുകളില്ലേ, ആ പ്രൊജക്റ്റുകൾക്കുള്ള ബില്ലാരെ കൊടുക്കുക? കിഫ്ബിക്ക് വായ്പിന് എടുക്കണ്ട, ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കും. 15,000 കോടി രൂപയുടെയെങ്കിലും ബില്ല് വരുമെന്ന്, അതിന് എവിടെന്നാ ബഡ്ജറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക? അങ്ങനെ ഈ ബില്ല് ഡിലേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ടർമാർ പണി നടത്തുമോ? കിഫ്ബി പ്രൊജക്ടുകൾ സ്തംഭനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നിലവിലെ പദ്ധതികളെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല എന്നാണ് പറയുന്നത്. അതെ, അത് മാത്രമല്ല ഞാൻ പറയുന്നത് ഇനി എങ്ങനെ റീസ്ട്രക്ചർ ചെയ്താലും വായ്പ എടുക്കണമല്ലോ. വായ്പയുടെ സ്വഭാവത്തെ മാറ്റം വരുത്തുന്നുള്ളൂ. വായ്പ വേണ്ടി വരും. അല്ല പിന്നെ എന്തിനാ കിഫ്ബി എന്ന ധനകാര്യ സ്ഥാപനം? ഈ വലിയ പ്രൊജക്റ്റുകൾക്കൊക്കെ വായ്പ എടുക്കണമല്ലോ. അപ്പൊ അതിന്റെ വായ്പ എടുക്കുന്ന രീതിയിലൊക്കെ മാറ്റം വരുത്തിക്കോളൂ. പക്ഷെ വായ്പ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ധനകാര്യ സ്ഥാപനത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി. നിങ്ങളിപ്പോൾ കിഫ്ബിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ലണ്ടൻ മാർക്കറ്റില് ഒരു ബോണ്ടിറക്കി വായ്പ എടുക്കാൻ കെൽപ്പുള്ളൊരു സ്ഥാപനമായിരുന്നു. എന്നോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാ ലണ്ടനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ റേറ്റിംഗ് വേണം, നിങ്ങൾ റോഡ് ഷോ നടത്തണം, അവിടുത്തെ ബെസ്റ്റ് ഇഷ്യൂ ആയിട്ട് അംഗീകാരം നേടി. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ അനൗൺസ് ചെയ്യണത് ഒരു പുതിയ പ്ലെയർ വന്നിരിക്കുന്നു, ആ ക്രെഡിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ധവളപത്രം വെച്ചു ബഡ്ജറ്റ് പ്രസംഗത്തിലും. ഇന്നിപ്പോ കിഫ്ബിയെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാണാൻ പോകുന്നത് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമല്ലേ. എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ട് ഈ സ്ഥാപനത്തിന്? ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി കളഞ്ഞിട്ട് നിങ്ങൾ നാളെ എന്തായിട്ട് ഇതിനെ മാറ്റാൻ പോണത്? ഇതിനൊക്കെ ഇരുത്തം വേണമെന്ന്. ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ഞാൻ കിഫ്ബിയെ മാറ്റിക്കൂടാ, ഇങ്ങനെ തന്നെ പറഞ്ഞോളൊന്നും ഞാൻ പറയുന്നില്ല. ഭരിക്കുന്നവർക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിയമം ഉണ്ട്, ആ നിയമം ഭേദഗതി ചെയ്യണം. അതിന് പഠിച്ചോളൂ. ഈ പഠിത്തം തീരുന്നതിന് മുമ്പ് ഇതിനൊക്കെ പ്രഖ്യാപിച്ച് ഈ രീതിയിൽ ഇതിനെ ലാംബൂൺ ചെയ്യേണ്ടത് എന്ത് നയമാണെന്ന് ഇതൊക്കെ? അല്ല, ധവളപത്രത്തിൽ ഈ സാമ്പത്തിക വിദഗ്ധർ പഠിച്ചിട്ടാണല്ലോ ഈ കിഫ്ബിക്കെതിരെ എത്ര പേജുകളിലാണ് ധവളപത്രത്തിൽ വിമർശനമുള്ളത്. അപ്പോൾ ഒരു പഠനം നടന്നിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞത് സാമ്പത്തിക വിദഗ്ധരാണ്. ഓപ്പറേറ്റഡ് ഇൻ ദ മണി മാർക്കറ്റ്. ഞാൻ പറയുന്നത് ആദികേശനോട് ഇരിപ്പുണ്ട്. ആദികേശനോട് ചോദിക്കൂ, ഇങ്ങനെ ലാംബൂൺ ചെയ്ത് ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും വിമർശകൻ പറയുന്നതല്ല,
പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല. സർക്കാർ തന്നെ ഇങ്ങനെ താറടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ എങ്ങനെ ഈ സ്ഥാപനത്തെ മാറ്റിയാലും അതിനെവിടെയെങ്കിലും ചെന്ന് വായ്പ എടുക്കാം. ബാധിക്കും, അതിന്റെ ഒരു ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും അത് സ്മൃതി, അതായത് ഈ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് എല്ലാം അതിന്റെ സൽപ്പേര്, അതിന്റെ ക്രെഡിബിലിറ്റി എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷനോ റിപ്പോർട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ലോൺ കൊടുക്കുന്ന ആൾക്കാർ അതിൽ നിന്നും മാറി നിൽക്കാനേ സാധാരണ നോക്കുകയുള്ളൂ. കിഫ്ബിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്മൃതി, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2022 EDയുടെ നോട്ടീസും കാര്യങ്ങളും ഒക്കെ 2022 തന്നെ തുടങ്ങി. എന്നിട്ടും കിഫ്ബിക്ക് വേണ്ടി ലോൺ കൊടുത്തിട്ടുള്ള സംഘടനകളുടെ, ബാങ്കുകളുടെ പേര് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് നോക്കിയാൽ സ്മൃതി, അതിനുശേഷം 2022 ശേഷം ഹഡ്കോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥാപനം, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, നബാർഡ് ഒക്കെ കിഫ്ബിക്ക് അതിനുശേഷം വായ്പ കൊടുത്തു. അപ്പൊ ഈ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള, അതായത് ഒരു വലിയ കുഴപ്പമൊന്നും കിഫ്ബിക്കില്ല. പക്ഷെ എനിക്കുള്ള, ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എനിക്കും നിരാശ തോന്നിയത് നമ്മുടെ വൈറ്റ് പേപ്പറിൽ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്ന് പറയുന്നുണ്ട്. സ്മൃതി, ഫോറൻസിക് ഓഡിറ്റ് വിക്കിപീഡിയ ഒരു അടിച്ചു നോക്കൂ. എവിടെയെങ്കിലും എംബസൽമെന്റ് ഓഫ് ഫണ്ട്സ്, സീരിയസ് ഫ്രോഡ്, തട്ടിപ്പ് വെട്ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ തട്ടിപ്പ് വെട്ടിപ്പിനെ ഉറപ്പാക്കാൻ വേണ്ടി, അതായത് നടന്നു എന്നുള്ള സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോസസ്സാണ് ഫോറൻസിക് ഓഡിറ്റ്. അപ്പൊ അതൊക്കെ നടത്തിക്കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തിൽ കിഫ്ബിയിൽ പോരായ്മയുണ്ടെങ്കിൽ തിരുത്തണം. എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ എന്തായാലും ഇത് കുറച്ച് അതിര് കടന്ന പരാമർശം വളരെ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാർ നടത്തിയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മാത്രം കൊടുക്കുന്നതെന്നടക്കമുള്ള വിമർശനങ്ങൾ കൂടി അവിടെ ഉണ്ട്, അതുകൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അബിൻ അവസാനമായി ഈ ബജറ്റ് ഇപ്പോൾ പറഞ്ഞ ആഡ് ഓൺ ചെയ്ത ബജറ്റാണ്. ഇതുക്കുമപ്പുറം ഇനി കാണാനിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ഈ പറഞ്ഞ പ്രഖ്യാപിച്ച കാര്യങ്ങളിലേക്ക് വളരെ വേഗം തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മിഷൻ സമുദ്ര അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ വേഗം നീങ്ങുന്നു എന്ന് കരുതാമോ? അല്ല, തീർച്ചയായിട്ടും ഈ പ്രഖ്യാപിച്ചത് എന്താണോ ആ പ്രഖ്യാപിച്ചത് ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം. പിന്നെ ഈ കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ആദികേശവൻ സാറ് പറഞ്ഞു ഹഡ്കോയും നബാർഡും ഒക്കെ പലിശയ്ക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞു. അവർ കൊടുത്ത പലിശയും ആദ്യത്തെ മസാല ബോണ്ടും തമ്മിൽ വലിയ വ്യതിയാനം ഉണ്ടായിരുന്നു. കാരണം മസാല ബോണ്ട് മേടിച്ചത് 9.7% പലിശയ്ക്കാണ്. ഇത് ആരാണ് മേടിച്ചത്? CDPQ ആണ് മേടിച്ചത്. ആരാ CDPQ? പിന്നെ അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റു കാര്യങ്ങൾ. ഞാനതൊരു ബഡ്ജറ്റ് ചർച്ചയിൽ ഉന്നയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ കാര്യത്തിൽ വലിയ ട്രാൻസ്പെറൻസി കുറവ് അന്ന് തന്നെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഓഫ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഓഫ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കമ്പനി തുടങ്ങുമ്പോൾ അതിനകത്ത് പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഫീലിംഗ് ആണ്. ഞങ്ങളന്ന് ഉന്നയിച്ച കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു സർക്കാർ വരുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടിയാണ്. ശരി, അപ്പോൾ നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. വളരെ നന്ദി ഡോക്ടർ TM തോമസ് ഐസക്, അബിൻ വർക്കി, ശ്രീ S ആദികേശവൻ ചർച്ചയിൽ പങ്കെടുത്തു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.